നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ റജി മയ്യനാട്. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ മയ്യനാട് യൂണിറ്റിന്റെ പുതുവർഷ ദിനാഘോഷവും പെൻഷൻ കുടുംബസംഗമവും ഇന്ന് നടക്കുകയാണ്. മയ്യനാട് യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ജി വിജയകുമാർ അവർകളാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. പുതുവർഷ ദിനാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കവി കൂടിയായ ശിവരാജൻ കോവിലഴികമാണ്. യൂണിറ്റ് ജില്ലാ സെക്രട്ടറി കൂടിയായ കെ രാജേന്ദ്രൻ അവർകളാണ് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് വീഡിയോ ദൃശ്യത്തിലോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മോഹൻദാസ് സാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. സാറ് പറഞ്ഞു പ്രായമായവരാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കേട്ടിരുന്നു 97 വയസ്സുള്ള ഗ്രേസി എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ആ സംഘടനയുടെ സെക്രട്ടറി. 97 വയസ്സുള്ള ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്ത് ചിരിയുണ്ട് അല്ലേ? വയസ്സായി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായാൽ ഒരിക്കലും നമുക്ക് ചിരിക്കാൻ കഴിയത്തില്ല. എല്ലാവരുടെയും മുഖത്ത് ചിരിയുണ്ട്. കാരണം ഒത്തുകൂടലിന്റെ അല്ലെങ്കിൽ ഇന്നിവിടെ വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാവാൻ പരിചയക്കാരാവാൻ എല്ലാവരുമായിട്ട് കുറെ സമയം ചിലവഴിക്കാമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സംതൃപ്തി അത് എല്ലാവരുടെയും മുഖങ്ങളിലും. അപ്പൊ ഈ വയോജനങ്ങള് എന്നുള്ള സ്വയം താഴ്ന്നു പോകുന്ന രീതിയിലുള്ള ആ ഒരു പേരിനോട് തിരിഞ്ഞു വരും. ഞാൻ പറഞ്ഞു സാറേ അത് പിന്നെന്ത് പേര് വെക്കുന്നത്? സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരൻ. കാരണം ഈ സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ മകനേ മയങ്ങുക, മറവികൾ കേളി മകനേ മയങ്ങുക. ഇരുളീളമീതി പാധേയമില്ല ജഡരാഗ്നി നിദ്രയെ ആട്ടിയോടിച്ചതും
അതുപോലെ ഇവിടെ നമ്മളെ പുതുവത്സര ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത ശ്രീ ശിവരാജൻ കോവിലയ്ക്കും പ്രവാസിയാണ്. നമുക്ക് ഇത് അങ്ങനെ വലിയ കണ്ടിട്ടില്ല, വീട്ടിലാണെന്നാണ് പറയുന്നത്. ഒരു പ്രവാസിയായതുകൊണ്ട് നമ്മളെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനത്തിൽ കണ്ടില്ല എന്നുള്ളതാണ്. എങ്കിലും അത് നാട്ടുകാരനായിട്ടുള്ള ഈ ദർശന സമീപത്തിലുള്ള ശിവരാജൻ അതുപോലെ തന്നെ നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാ കൂട്ടായ്മകളും സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിശേഷിച്ചും നൂതന വാക്കറെ സംബന്ധിച്ചും മയ്യനാട് യൂണിറ്റിനെ സംബന്ധിച്ചും വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു യൂണിറ്റാണ്. നമുക്ക് കൊല്ലം ജില്ലയിൽ തന്നെ 101 യൂണിറ്റുകളുണ്ട്. ആ 107 തീയതി ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. സമാപനം ഡിസംബർ 28 തീയതി ആളുകളുടെ കൂട്ടായ്മ വളരെ ഫലപ്രദമായി നമ്മളെ സംഘടനയെ സംബന്ധിച്ച് ആളുകൾ പറയാം. ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന നമ്മളെ സംഘടനയുമായി ബന്ധപ്പെട്ട് അന്ന് ഈ സംഘടനയിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ സംഘടന കരുത്തോടുകൂടിയാണ് എല്ലാ യൂണിറ്റുകളും ഇതുപോലുള്ള പരിപാടി നടത്തുന്നുണ്ട്. ഇപ്പം തൃക്കോവിലിട്ട യൂണിറ്റ് 4-ാം തീയതി അതിന്റെ യൂണിറ്റ് വാർഷികം സംഗമം കുടുംബ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിക്കണം എന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കുന്ന ഏക സംഘടനയാണ് ഈ സംഘടന. നമുക്കറിയാം ഓരോരുത്തർ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പണ്ട് കാലം മുതൽ എന്റെ
സംഗീതമാണ് നമുക്ക്. തൊട്ടടുത്ത പ്രദേശം പനവൂർ ജി ദേവരാജൻ മാസ്റ്റർ, അദ്ദേഹത്തെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഈ പെൻഷൻ സുപ്രഭാതം ഇത് മോഹൻലാലിനുള്ളതാണ്. അടുത്ത മോഹൻലാലിനുള്ള മറ്റൊരു ഗാനം അത് ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി. ഞാൻ പാടിയതാണ് MS വിശ്വനാഥ് സാർ ചിട്ടപ്പെടുത്തിയാണ്. അടുത്ത മറ്റൊരു ഗാനം ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി. മഞ്ഞലയിൽ മുങ്ങി തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി 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 കർമ്മികാരം കൂത്തു തളിർത്തു, കൽപ്പനകൾ താളമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ? ശ്രീമതി